നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന കേസുകളിൽ നിർണായകമായ റിപ്പോർട്ടുകൾ ഇന്ന് ഹൈക്കോടതിയിലെത്തും. ഏറെ വിവാദമായ കൊടിമര പുനർനിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് വരെ സാവകാശം തേടിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിൽ സ്വർണം വിനിയോഗിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിൽ കേസെടുക്കാൻ തെളിവില്ലെന്ന് വിജിലൻസ് കോടതിയെ അറിയിക്കും. ഇത് സംബന്ധിച്ച ത്വരിത അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറും. ഭക്തരിൽ നിന്ന് ലഭിച്ച 412 ഗ്രാം സ്വർണം മുഴുവൻ വാജിവാഹനം, അഷ്ടദിക്പാലകർ എന്നിവരുടെ നിർമ്മാണത്തിനായി കൃത്യമായി ഉപയോഗിച്ചുവെന്ന് വിജിലൻസ് കണ്ടെത്തി. പ്രശസ്ത നടന്മാർ ഉൾപ്പെടെ 23 മൊഴി രേഖപ്പെടുത്തി. 2014 ദേവപ്രശ്ന വിധി പ്രകാരമാണ് പുനർനിർമ്മാണം നടന്നതെന്നും ഇതിൽ അപാകതകളൊന്നുമില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. UDF സർക്കാരിന്റെ കാലത്ത് MV ഗോവിന്ദൻ നായർ പ്രസിഡന്റായിരുന്ന ബോർഡാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്തിമ കുറ്റപത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ സമർപ്പിക്കൂ എന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കാനുള്ള താമസമടക്കമുള്ള സാങ്കേതിക കാരണങ്ങളാണ് SIT ചൂണ്ടിക്കാട്ടുന്നത്. അറസ്റ്റ് നടന്ന് 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മുഖ്യപ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരടക്കം 10 പ്രതികൾക്കും ഇതിനകം കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു കഴിഞ്ഞു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും സ്വർണം പൂശിയ ചെമ്പുപാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുത്തതായാണ് കണ്ടെത്തൽ. നഷ്ടപ്പെട്ടതിന് തുല്യമായ സ്വർണം SIT കണ്ടുകെട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഈ കേസ് പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് വരെ സമയം നീട്ടിച്ചോദിക്കുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. കൊടിമര കേസിൽ ക്ലീൻ ചിറ്റ് ലഭിച്ചത് ദേവസ്വം ബോർഡിന് ആശ്വാസമാകുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രം സമർപ്പിക്കൽ കാലതാമസം ഭക്തർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. രണ്ട് റിപ്പോർട്ടുകളും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നതോടെ വരും ദിവസങ്ങളിലെ നിയമ നടപടികളിൽ കൂടുതൽ വ്യക്തത വരും. കോടതി നിലപാട് നിർണായകമാകും. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ ദേവസ്വം ബോർഡിന് ആശ്വാസം നൽകുന്ന റിപ്പോർട്ടാണ് വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ഭക്തരിൽ നിന്നും ലഭിച്ച 412 ഗ്രാം സ്വർണം പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചുവെന്നും ഇതിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. പ്രശസ്ത ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ 23 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ ത്വരിതാന്വേഷണത്തിനൊടുവിൽ 2014 ദേവപ്രശ്ന വിധി പ്രകാരമുള്ള നടപടികളിൽ അപാകതകളില്ലെന്ന് വിജിലൻസ് കോടതിയെ അറിയിക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സാവകാശം വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ നിലപാട് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കാനുള്ള താമസം ചൂണ്ടിക്കാട്ടിയാണ് SIT കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ അറസ്റ്റ് നടന്ന് 90 ദിവസം നടന്നിട്ടും കുറ്റപത്രം നൽകാത്തതിൽ കേസിലെ മുഖ്യപ്രതികളൊക്കെ തന്നെയും പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പോലീസിന് തിരിച്ചടിയുമായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു ബോധമുണ്ട്. മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിലും ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിപ്പിക്കുന്നതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്.